ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫിഗ്മ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഫിഗ്മയിൽ നമ്മൾ പല സ്റ്റേറ്റ്സ് ഓപ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് ഡിഫറെൻറ്റ് കോമ്പണൻസ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന കോമ്പണൻസിനെ നമുക്ക് സിമ്പിളായിട്ട് നമ്മളെ ഫങ്ഷണാലിറ്റി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസ് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫിഗ്മ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതുപോലെ നമ്മൾ ഫിഗ്മ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിഗ്മയിൽ നമുക്കറിയാം, ഫിഗ്മയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്വിച്ച് ക്രിയേറ്റ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സ്വിച്ചാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നോർമലി നമ്മൾ ഈ കോമ്പണൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഡിഫറെൻറ്റ് വേരിയൻറ്റും ഇൻസ്റ്റൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ സ്വിച്ചൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അപ്പം അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി, കോമ്പണൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അതിന് നമുക്ക് ഫങ്ഷണാലിറ്റി ആഡ് ചെയ്യുന്ന, അതായത് ട്രൂ ഓർ ഫാൾസ് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സ്വിച്ച് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോക്സ് വരയ്ക്കാം. ഓക്കെ, ഒരു ബോക്സ് വരച്ചു. അതിൽ നമുക്കറിയാം ഞാനൊരു 120 ഹൈറ്റ് കൊടുത്തു. ഓക്കെ, ഒരു 350 വിഡ്ത്തും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 350 വിഡ്ത്തും കൊടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ബോർഡർ റേഡിയസ് ഞാൻ കംപ്ലീറ്റ്ലി സർക്കിൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ, 60 കൊടുത്തിട്ടുണ്ട് ബോർഡർ റേഡിയസ്. അതിനുശേഷം ഇതിന് ഞാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോമ്പണൻറ്റ് ക്രിയേറ്റ് ചെയ്തു. കോമ്പണൻറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കറിയാം അതിൻ്റെ ഉള്ളിലേക്ക് വരും. ഞാൻ അതിൻ്റെ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ഉള്ളിൽ വന്നിട്ട് ഞാൻ അവിടെ ഒരു സർക്കിൾ വരയ്ക്കാൻ പോകാം. സർക്കിളിന് നമുക്കറിയാം ഇതിൻ്റെ ഹൈറ്റ് 120 ആണ്. അപ്പോൾ 120 തന്നെ ഹൈറ്റിൽ ഞാനൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതായത് 120 സർക്കിൾ വരച്ചിട്ടുണ്ട്. ഞാൻ വൈറ്റ് കളർ ഫില്ല് ചെയ്യാണ്. ഓക്കെ, മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ഫില്ല് ചെയ്തു. കറക്റ്റ് വെക്കാം. ഇനി ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. കൺട്രോൾ അഥവാ കമാൻഡ് D അടിച്ചിട്ട് ഞാൻ കോപ്പി എടുത്തു. അതിനുശേഷം ആ സെയിം വിഡ്ത്ത്, അതായത് 120 to 120, അതായത് 240 കറക്റ്റ് വിഡ്ത്ത് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒരെണ്ണം ഞാൻ ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളെ കോമ്പണൻറ്റിൻ്റെ വിഡ്ത്ത് ഞാൻ സെയിം ആക്കി 120 ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ഈ സർക്കിളിനെ ഞാൻ കുറച്ച് ചെറുതാക്കുകയാണ്. ഓക്കെ, ഒരു സ്വിച്ചിൻ്റെ ആകൃതിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഒരു സ്വിച്ചിൻ്റെ ഒരു ഡിഫാൾട്ട് മോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കോമ്പണൻറ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വേരിയൻ്റ് ആഡ് ചെയ്ത് പഠിച്ചു, അതുപോലെ പ്ലസ് സൈൻ വെച്ചിട്ട് വേരിയൻ്റ് ആഡ് ചെയ്യാം. അപ്പം ഇതിൽ നമുക്ക് ഡിഫാൾട്ടും ഉണ്ട്, ആക്റ്റീവും ഉണ്ട്. അപ്പോൾ ഡിഫാൾട്ട് മോഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും ആക്റ്റീവ്. അപ്പോൾ ആക്റ്റീവിന് ഞാനൊരു ഡിഫറൻഷ്യേറ്റ് കൊടുക്കുകയാണ്. ആക്റ്റീവായിട്ടുള്ളത് ആക്റ്റീവ്. ഓക്കെ, അപ്പം നമുക്കറിയാം, ഇവിടെ നോക്കിയറിയാം, നമ്മൾ റെക്റ്റാങ്കിൾ 1 ഉണ്ട്. അത് ഞാൻ സ്വിച്ച് എന്ന് പേര് കൊടുക്കുകയാണ്. സ്വിച്ച്. ഓക്കെ, സ്വിച്ച് എന്ന് പറയുന്നതിൽ 2 വേരിയൻ്റ് ഉണ്ട്. അത് ഡിഫാൾട്ട് ഉണ്ട്, അതുപോലെ വേരിയൻ്റ് 2 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കോമ്പണൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ അസറ്റ്സ് പോയി കഴിഞ്ഞാൽ കോമ്പണൻറ്റ് ഉണ്ടാവും. ഇവിടെ കോമ്പണൻറ്റ് നമുക്ക് ഡ്രാഗ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ആ ഒരു ഡിഫറെൻറ്റ് വേരിയൻ്റ് നമുക്ക് ആക്സസ് ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിയിലായിരിക്കും. അപ്പോൾ പ്രോപ്പർട്ടീൻ്റെ ഈ ലിസ്റ്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വേരിയൻ്റ് 2 ഉണ്ട്, ഡിഫാൾട്ട് ഉണ്ട്. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് മാറ്റാനാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ ഡ്രോപ്പ് ഡൗൺ ബോക്സ് ഒന്ന് സെലക്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് സ്വിച്ച് ഇവിടെ എനേബിൾ ചെയ്യാം. അതായത് ട്രൂ ഓർ ഫാൾസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി ഇവിടെയുള്ള 2 ഇൻസ്റ്റൻസ് ഉണ്ട്. ലെയർ എടുക്കാം, അതായത് ഡിഫാൾട്ട് ഉണ്ട്, വേരിയൻ്റ് 2 ഉണ്ട്. ഇതിന് ജസ്റ്റ് ഡിഫാൾട്ടിനെ ഞാൻ സ്വിച്ച് = ഫാൾസ്. ദാറ്റ് മീൻസ്, അതായത് ഫാൾസ് ആയിട്ടുള്ള മോഡിൽ ഡിഫാൾട്ട് മോഡായിരിക്കും. ഓക്കെ, ഇനി ആക്റ്റീവ് എന്ന് പറയുന്നത് ട്രൂ ആയിട്ടുള്ള ടൈമിലായിരിക്കും. അപ്പം സെയിം നെയിം കൊടുക്കുക, സ്വിച്ച് = ട്രൂ ആണെങ്കിൽ നമുക്കതിന് ആക്റ്റീവായിട്ട് കിട്ടും. അപ്പം ഇത് ഫാൾസ് മോഡാണ്, ഇത് ആക്റ്റീവ്, അതായത് ട്രൂ മോഡാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കാം. ഇനി നമ്മൾ അസറ്റ്സ് പോയിട്ട് നമ്മൾ സ്വിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു, നമുക്ക് നേരത്തെ ഇവിടെ പ്രോപ്പർട്ടി ആയിരുന്നു, ലിസ്റ്റ് ബോക്സ് ആയിരുന്നു, അത് മാറിയിട്ട് ഇവിടെ സ്വിച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സ്വിച്ച് നമുക്ക് കണ്ടോ, സ്വിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്റ്റീവ് അതുപോലെ ഫാൾസ് ട്രൂ ഫാൾസ് ആക്കാൻ പറ്റും.
അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് അസറ്റ്സിനെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ ഫങ്ഷനാലിറ്റി ഒരു ഡിസൈനിൽ ഫങ്ഷനാലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പം സിമ്പിളായിട്ട് നമുക്ക് ഇപ്പോൾ ചെക്ക് ബോക്സ് ആയിക്കോട്ടെ, റേഡിയോ ബോക്സ് ആയിക്കോട്ടെ, എസ് ഓർ നോ കോൺസെപ്റ്റിൽ എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാം എന്നുള്ള ഒരു ഫാൾസിൽ ട്രൂ ഓർ ഫാൾസ് എന്നുള്ള കോൺസെപ്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ടത്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം. നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സീ യു നെക്സ്റ്റ് വൺ.